സോളാർ കേസുമായി ബന്ധപ്പെട്ട് മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ LDF പ്രവർത്തകരെ വെറുതെ വിട്ടു. 20 പ്രതികളെയാണ് ആലപ്പുഴ അസിസ്റ്റന്റ് സെഷൻസ് കോടതി വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരായ കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ലെന്ന് കോടതി പറഞ്ഞു. ഇതേ തുടർന്നാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ 22 പ്രതികളാണ് ഉണ്ടായിരുന്നത്. വിചാരണ വേളയിൽ 2 പ്രതികൾ മരണപ്പെട്ടിരുന്നു. ഫൈസൽ അസീസ് തുടരുന്നു. ഫൈസൽ, കുറ്റം തെളിയിക്കാനായില്ലെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. വിധിയുടെ വിശദാംശങ്ങൾ. 2013 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അതായത് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലാണ് LDF പ്രവർത്തകർ ഈ അറസ്റ്റിലാകുന്നത്. അതായത് പോലീസിന്റെ FIR പ്രകാരം പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതുപോലെ തീവയ്പ് തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ കുറ്റങ്ങളൊന്നും പ്രതികൾക്കെതിരെ തെളിയിക്കാൻ സാധിച്ചില്ല എന്നാണ് കോടതി പറഞ്ഞത്. ആ കാരണത്താലാണ് ഇപ്പോൾ കോടതി കേസിലെ പ്രതികളെ വെറുതെ വിട്ടത്. മൊത്തം 22 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 1-ാം പ്രതിയായിരുന്ന KT മാത്യുവും രജീഷും വിചാരണ വേളയിലാണ് മരണപ്പെട്ടത്. ബാക്കി 20 പ്രതികൾക്കാണ് കോടതി ഇപ്പോൾ 20 പ്രതികളെയാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. മാരാരിക്കുളം അസിസ്റ്റന്റ് സ്പെഷ്യൽ കോടതിയുടേതാണ് ഈ ഒരു വിധി എന്ന് പറയുന്നത്. ശരി ഫൈസൽ.